ഹായ്, ഇത് ഇൻവെൻട്രി ബിസിനസ് സ്റ്റാൻഡേർഡ് 7.2. ഇതിൽ നമുക്ക് ലോഗിൻ ചെയ്ത് കയറുമ്പോഴത്തേക്കും കാണുന്ന ഒരു സ്ക്രീനാണ് ഇപ്പോൾ കാണുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് മെനൂസ് ഉണ്ട്. മുകളിലായിട്ട് സെറ്റിങ്സ്, മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ, പേറോൾ, അനാലിസിസ്, അക്കൗണ്ട്സ്, റിപ്പോർട്ട്സ്, യൂസർ അഡ്മിൻ തുടങ്ങിയ കുറേ മെനൂസിൻ്റെ അകത്തുണ്ട്. അതിന് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട സെറ്റിങ്സിൽ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ഇതിലാണ് നമ്മൾ ബേസിക് സെറ്റിങ്സ്, കോൺഫിഗറേഷൻ സെറ്റിങ്സ് എല്ലാം ഈ ആപ്ലിക്കേഷൻ സെറ്റിങ്സിലാണ് ചെയ്യുന്നത്. അത് ഈ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് ഡീലറാണ്, അതായത് അവിടെ വരുന്ന സപ്പോർട്ട് എഞ്ചിനീയർ അത് ചെയ്തു തരും. ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ബാച്ച് കോഡ് ഇനേബിൾ ചെയ്യണോ, മൾട്ടിപ്പിൾ MRP വേണോ, അങ്ങനെയൊക്കെയുള്ള കുറേ നമ്മുടെ റിക്വയർമെൻറ്റ് നോക്കിയിട്ട് അവിടെ വരുന്ന സപ്പോർട്ട് എഞ്ചിനീയർ, നമ്മുടെ സൈറ്റിൽ വരുന്ന സപ്പോർട്ട് എഞ്ചിനീയർ അത് കോൺഫിഗർ ചെയ്ത് തരും. ഇതിൻ്റെ അത് മെഷീൻ ഇൻറ്റഗ്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് നമ്മൾ ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കാം. പിന്നീടുള്ളത് ഈ മാസ്റ്റേഴ്സാണ്. ഈ മാസ്റ്റേഴ്സിലാണ് നമ്മൾ ഈ മാസ്റ്ററുകൾ, അതായത് ഐറ്റം മാസ്റ്റർ, സപ്ലയർ, ലെഡ്ജർ, കസ്റ്റമർ, പ്രൈസ് ലിസ്റ്റ്, പ്രൈസ് അപ്ഡേറ്റർ, അങ്ങനെയുള്ള സെയിൽസ്മാൻ, അക്കൗണ്ട് ഗ്രൂപ്പുകൾ, ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഈ മാസ്റ്റേഴ്സിലാണ്. ട്രാൻസാക്ഷനിലാണ് സെയിൽസ് ചെയ്യുന്നത്. സെയിൽസ്, പർച്ചേസ്, അങ്ങനെയുള്ള വിൻഡോസ് എല്ലാം വരുന്നത് ട്രാൻസാക്ഷനിലാണ്. റെസിപ്റ്റ്, പേയ്മെൻറ്റ്, ജേണൽ, അങ്ങനെയുള്ള എല്ലാ വൗച്ചേഴ്സും വരുന്നത് ഈ ട്രാൻസാക്ഷനിലാണ്. പിന്നെ അനാലിസിസിൽ കുറച്ച് റിപ്പോർട്ട്സുകളുണ്ട്. അക്കൗണ്ട്സിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ റിപ്പോർട്ടുകളുണ്ട്. റിപ്പോർട്ട്സിൻ്റെ അകത്ത് സ്റ്റോക്ക് റിപ്പോർട്ട്, സെയിൽ റിപ്പോർട്ട്, പർച്ചേസ് റിപ്പോർട്ട്, അക്കൗണ്ട്സ് റിപ്പോർട്ട്, ലെഡ്ജർ റിപ്പോർട്ടുകൾ, അതെല്ലാം ഈ അക്കൗണ്ട്സ് റിപ്പോർട്ടിനുള്ളിൽ വരുന്നതാണ്. പിന്നെ സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ റിപ്പോർട്ട്, അങ്ങനെയുള്ള കുറേ റിപ്പോർട്ട്സുകൾ ഇതിൻ്റെ അകത്ത് വരും. അപ്പോൾ നമുക്ക് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഈ എഡിറ്റ് വിൻഡോ എന്ന് പറയുന്നത്. എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ നമ്മൾ ഈ സെൻട്രലായിട്ട് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അനാലിസിസിൽ എഡിറ്റ് വിൻഡോ, ഇതെടുത്താലും മതി. രണ്ടും ഒരേ വിൻഡോ തന്നെയാണ് ഓപ്പൺ ആകുന്നത്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ ഒരു വിൻഡോ വരും. ഇവിടെ ഈ മെനൂസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സൈഡിൽ കാണിക്കുന്ന ഈ മെനൂസ് തന്നെയാണ് മാസ്റ്റേഴ്സിന് അണ്ടറിൽ ഇത്രയും സംഭവങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാറ്റഗറി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ഉള്ള 2 കാറ്റഗറി ഇവിടെ കാണിക്കും. പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ന്യൂ പ്രസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു കാറ്റഗറി എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കി എഡിറ്റും ചെയ്യാം. പിന്നീടുള്ളത് നമുക്ക് ഈ ഐറ്റംസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ സിസ്റ്റത്തിലുള്ള ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കാണിക്കും. ഇനി പുതിയൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ മുകളിലായിട്ട് ന്യൂ പ്രസ് ചെയ്താൽ മാത്രം മതിയാവും. അവിടെ നമുക്കൊരു ഐറ്റം, ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതാണ് ഇവിടെ മാനുഫാക്ചർ കാറ്റഗറി ഉണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പുതിയൊരു കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സിമ്പിളായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഷോർട്ട് കട്ടിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ മാനുഫാക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. HSN കോഡ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ ലിസ്റ്റ് ചെയ്യും. അവിടെ നമുക്ക് സിമ്പിളായിട്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്കിവിടെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം യൂണിറ്റ് ഓഫ് മെഷർ, ഇതിപ്പം മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ കൊടുത്താൽ മതി. അത് വേറെ ഇതൊന്നുമില്ല. ഈ MRP എത്രയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഞാനൊരു 30 കൊടുക്കാം. ഈ റേറ്റുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ പർച്ചേസിൽ നിന്ന് അത് എടുത്തോളും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ട്രാൻസാക്ഷൻ്റെ അകത്ത് പർച്ചേസ് എടുക്കുക. പർച്ചേസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതാണ് പർച്ചേസ് വിൻഡോ. ഈ പർച്ചേസ് വിൻഡോയിൽ വരുന്നത് ഇൻവോയ്സ് നമ്പറാണ് ഇവിടെ വരുന്നത്. പിന്നെ ഈ റെഫറൻസ് നമ്പർ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സപ്ലയറിൻ്റെ ഇൻവോയ്സ് നമ്പർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം MOP എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. മോഡ് ഓഫ് പേയ്മെൻ്റ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് സെലക്ട് ചെയ്യും, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ടാക്സ് മോഡ് നൺ വേണേ ആക്കാം, GST ആക്കാം. പിന്നെ വേറെ എവിടെയെങ്കിലും ഗൾഫ് കൺട്രീസിലാണ് നമുക്ക് VAT സെലക്ട് ചെയ്യാം. GST നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സപ്ലയർ ഇവിടെ സെലക്ട് ചെയ്യാം. ഒന്നുകിൽ എക്സിസ്റ്റിംഗ് സപ്ലയർ നമുക്ക് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ പുതിയ സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ന്യൂ പ്രസ് ചെയ്യാം. സൈഡിൽ ന്യൂ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് സിമ്പിളായിട്ട് തന്നെ അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പുതിയ സപ്ലയറിനെ. അതിനുശേഷം ഒരു സപ്ലയറിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം അപ്പോൾ ആ സപ്ലയറിൻ്റെ GST നമ്പറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. ഈ സപ്ലയർ മാസ്റ്ററിൽ നമുക്ക് അത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഒരു ന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സപ്ലയറിൻ്റെ GST നമ്പറും സ്റ്റേറ്റും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ അത് B2B ആണോ B2CS ആണോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. അത് ഇൻട്രാസ്റ്റേറ്റ് ആണോ റെഗുലർ പർച്ചേസ് ആണോ അത് കറക്റ്റായിട്ട് അത് നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ
സെലക്ട് ചെയ്തെടുത്തോളൂ. ഇവിടെ നമുക്ക് ഒരു ഐറ്റം സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ഐറ്റംസ് ഇവിടെ ലിസ്റ്റ് ചെയ്യും. അവിടെ നമുക്ക് 1 2 3 2020 ബിസ്ക്കറ്റോ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് അവിടെ സെലക്ട് ചെയ്യാം. എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഐറ്റം ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ ബാച്ച് കോഡ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ഐറ്റം മാസ്റ്ററിൽ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോഡക്റ്റ് 3 ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. നോർമൽ പ്രോഡക്റ്റ്, ബോർഡറേറ്റ് പ്രോഡക്റ്റ്, മാനുഫാക്ചറിങ് ബാർകോഡ് പ്രോഡക്റ്റ്. അത് നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. ഈ നോർമൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷുഗർ പോലത്തുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, അതാണ് നോർമൽ പ്രോഡക്റ്റ്. അതായത് നമ്മൾ റീപാക്ക് ചെയ്യുന്ന പ്രോഡക്ട്സ്. ഇപ്പോൾ ഷുഗർ നമ്മൾ 50 kg ഒരു ബാഗ് വാങ്ങിച്ചിട്ട് 1 kg 1 kg 1 kg ആയിട്ട് നമ്മൾ റീപാക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റിക്കർ എടുത്തായിരിക്കും ഒട്ടിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോർമൽ പ്രോഡക്റ്റ്. ഇനി ഇതിൻ്റെ അകത്ത് ബോർഡറേറ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഡെയിലി റേറ്റ് മാറുന്ന ഐറ്റംസിന്, എക്സാമ്പിൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഫിഷ്, അങ്ങനെയൊക്കെയുള്ള ഐറ്റം നമുക്കുണ്ടെങ്കിൽ ഈ ബോർഡറേറ്റ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. ഇനി മാനുഫാക്ചറിങ് ബാർകോഡ് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പുറത്തൊരു ഒരു വിൻഡോയും കൂടെ വരും. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടെ വരും. ഇവിടെ നമുക്ക് ഈ മാനുഫാക്ചർ, അതായത് ഇപ്പം ബ്രിട്ടാനിയയുടെ പ്രോഡക്റ്റോ യൂണിലിവറിൻ്റെ പ്രോഡക്റ്റോ ഒക്കെ ആണെങ്കിൽ അതിൽ തന്നെ ഒരു ബാർകോഡ് പ്രിൻറ്റ് ചെയ്ത് വരും. അപ്പോൾ ആ ബാർകോഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ MNF പ്രോഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ബാർകോഡ് ജസ്റ്റ് ഇവിടെ സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് സെയിലും പർച്ചേസർ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾക്ക് ഇതൊരു ബാർകോഡാണ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഐറ്റം നമ്മളൊരു 10 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുകയാണ്. ഇവിടെ പി റേറ്റ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് റേറ്റ്. ഞാനിപ്പോൾ ഒരു 20 rupees കൊടുക്കുകയാണ്. സി റേറ്റ് അപ്പോൾ 20 തന്നെ വരും. എസ് റേറ്റ് ഞാനൊരു 30 rupees വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. എസ് റേറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് റേറ്റാണ്. MRP അതിൽ പ്രിൻറ്റ് ചെയ്തേക്കുന്ന റേറ്റ് ഞാനൊരു 35 കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ ഇവിടെ വന്നു 200 വന്നു. അതിനുശേഷം ഞാൻ സേവ് ചെയ്യുന്നു. അപ്പം ആ പർച്ചേസ് സേവായി. ആ പർച്ചേസ് കാണുന്നതിന് മുകളിലായിട്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആരോ ഉണ്ട്, ബാക്ക് ആൻഡ് ഫ്രണ്ട് ആരോ. ഇത് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ആ പർച്ചേസ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എഡിറ്റ് വിൻഡോ എടുത്തിട്ട് നമ്മൾ ഈ പർച്ചേസ് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് റിഫ്രഷ് പർച്ചേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാണിക്കും. ഇന്നത്തെ ഡേറ്റിൽ സേവ് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് ബാർകോഡ് വേണമെങ്കിൽ ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ബാർകോഡ് പ്രിൻ്റർ കോൺഫിഗർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം നോർമൽ ഐറ്റം ആണെങ്കിൽ, ഷുഗർ പോലത്തെ ഐറ്റം ആണെങ്കിൽ പർച്ചേസ് സേവ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ അത്രയും ബാർകോഡ് ഇങ്ങനെ പ്രിൻറ്റ് വരുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്ത പർച്ചേസ് ആണ് ഇവിടെ പർച്ചേസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ പർച്ചേസ് കാണിക്കും. ഇനി പ്രീവിയസ് ഡേറ്റിൽ കാണണമെങ്കിൽ ഇവിടെ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് റിഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് മുതൽ പർച്ചേസിൽ ഇവിടെ കാണിക്കും. അത് കൂടാതെ നമുക്ക് ഈ പർച്ചേസ് റിപ്പോർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും കാണാൻ പറ്റും. അത് ഡേ ബുക്ക്, ഇന്നത്തെ ഡേ ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്നത്തെ പർച്ചേസ് അവിടെ കാണിക്കും. ഇതിപ്പോൾ ഒരു ഹെവി DB ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി സ്ലോ ആയിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ പർച്ചേസാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു സെയിൽ ചെയ്ത് നോക്കാം. സെയിൽ വളരെ സിമ്പിളാണ്. പർച്ചേസ് അതിൻ്റെ അത്രയും തന്നെ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് നമുക്കിവിടെ വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. നമുക്കിവിടെ ഒരു പേയ്മെൻറ്റ് മോഡുണ്ട്, MOP മോഡ് ഓഫ് പേയ്മെൻറ്റ്. ഒരു 4 പേയ്മെൻറ്റ് മോഡുണ്ട്. ക്യാഷ് ഉണ്ട്, ക്രെഡിറ്റ് ഉണ്ട്, കാർഡുണ്ട്, മിക്സഡ് ഉണ്ട്. ക്യാഷ് ആണെങ്കിൽ ഫുൾ ക്യാഷ് തരുന്നു, ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് തരുന്നു. ക്രെഡിറ്റ് ആണെങ്കിൽ ഒരു ക്രെഡിറ്റ് കസ്റ്റമറിനെ ഇവിടെ മസ്റ്റായിട്ടും സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ കാർഡാണെങ്കിൽ കാർഡ് സെലക്ട് ചെയ്യാം. മിക്സഡ് ആണെങ്കിൽ കുറച്ച് ക്യാഷും കുറച്ച് കാർഡും ആണെങ്കിൽ മിക്സഡ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഐറ്റം വരും. ഓരോരോ ഐറ്റമായിട്ട് സ്കാൻ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു ഫസ്റ്റ് നമ്മളൊന്ന് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ആ ഐറ്റം ഇവിടെ ലോഡായിട്ട് കഴ്സർ വന്ന് രണ്ടാമത്തെ ലൈനിൽ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോളും. നമ്മൾ മൗസിലൊന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത ഐറ്റം നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുന്നു. അപ്പോഴത്തെ ഇവിടെ ടോട്ടൽ ഇവിടെ കാണിക്കും താഴെ. അതിനുശേഷം നമ്മൾ ജസ്റ്റ് സേവ് ചെയ്യുന്നു. സേവ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ക്യാഷ് ഡെസ്ക് വരും. ഇവിടെ നമുക്ക് ഈ ബിൽ എമൗണ്ട് ആണ് ഏറ്റവും മേളിൽ 30 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മളൊരു 100 ക്യാഷ് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാലൻസ് എത്ര കൊടുക്കണം എന്നുള്ളതാണ് -70 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഡിനോമിനേഷൻ വേണമെങ്കിൽ നമുക്ക് സൈഡ് നോട്ട് ചെയ്യാം.
അതിനുശേഷം സേവ് കൊടുക്കുക. സേവ് കൊടുക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻറ്റ് നമ്മുടെ പ്രിൻ്ററിലേക്ക് പോകും. ഈ പ്രിൻറ്റ് സെറ്റിങ്സ് നമുക്ക് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അകത്ത് പ്രിൻറ്റ് ഓപ്ഷൻസ് എടുത്തിട്ട് ടെസ്റ്റ് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ വരും. ഈ ഡിസൈനിൽ നമുക്ക് വേർഡിലൊക്കെ നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്കിത് ചേഞ്ച് ചെയ്യാനും അതൊന്ന് റിഫ്രഷ് ചെയ്ത് ഇവിടെ സേവ് ചെയ്യാനും പറ്റും. ഒരു ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇത് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് വരും. ഇത് നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് പൊസിഷൻ വേണമെന്ന് വെച്ചാൽ കൊണ്ടുവെക്കാം. അത് നമുക്ക് അതിൻ്റെ പൊസിഷൻ പറഞ്ഞ് ടോപ്പ് ഇവിടെ മാർജിൻ പറഞ്ഞും സെറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്ത് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഏത് ടൈപ്പ് പ്രിൻ്ററും നമുക്ക് ഇതുപോലെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പല ടൈപ്പ് പ്രിൻ്ററിനുള്ള സെറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് വേർഡ്സിൽ ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡോട്ട് മെട്രിക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. ഇതിൻ്റെ അത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഡോട്ട് മെട്രിക്സ് ആണെങ്കിൽ. എന്നിട്ട് നമുക്ക് ടാഗ്സ് ആയിട്ടാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ജസ്റ്റ് മാറ്റി വെക്കാൻ പറ്റും. ഇനി നമ്മളിപ്പോൾ ഒരു സെയിൽ ചെയ്തു. റിപ്പോർട്ട്സിൻ്റെ അകത്ത് സെയിൽ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇത് ടാക്സ് സ്പ്ലിറ്റപ്പ് ഓഫ് സെയിൽ ഇതൊക്കെ നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് റിപ്പോർട്ട്സുകൾ ഇതിനകത്തുണ്ട്. അതിൻ്റെ അണ്ടറിൽ നമുക്ക് നോക്കാൻ വേണ്ടി ഡേ ബുക്ക് ഉണ്ട്. ഡേ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഇന്നത്തെ സെയിൽ വിത്ത് ഐറ്റംസ് വരുന്ന റിപ്പോർട്ട് കൊണ്ട് ഡേ ബുക്ക് ഡീറ്റെയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്ത് ഐറ്റംസും കാണിക്കും. ഇതിപ്പം ഇതിൻ്റെ അകത്ത് 2020 ബിസ്ക്കറ്റ് ഞാനിതിപ്പോൾ 2 സെയിൽ ചെയ്ത് നോക്കി. അപ്പോൾ ആ 2 സെയിലാണ് ഈ കാണിക്കുന്നത്. അതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെയും ടാക്സ് പെർസെൻറ്റേജും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ആവശ്യമില്ലാത്ത കോളംസ് എല്ലാം ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുണ്ട്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ബില്ല് ഓപ്പണായും വരും. ഓപ്പണാക്കി നമുക്ക് നോക്കാം. പിന്നീട് നമുക്ക് ഇതിൻ്റെ അകത്ത് വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസിൻ്റെ അകത്ത് അനാലിസിസ് റിപ്പോർട്ടുണ്ട്. ഇതിൽ നമുക്ക് ബിൽ വൈസ് പ്രോഫിറ്റ് അറിയാൻ പറ്റും. ഒരു ബിൽ വൈസ് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഓരോ ബില്ലിൽ നമുക്ക് എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെന്ന് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് നമ്മൾ സെയിൽ വാല്യൂ 20 നമുക്ക് അതിൻ്റെ അകത്തുള്ള പ്രോഫിറ്റാണ് ഈ കാണിക്കുന്നത്. ഇതുണ്ട്. ഒരെണ്ണം മൈനസിലാണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത്, ഒരെണ്ണം നമ്മൾ പ്ലസ്സിൽ. ഇപ്പം ചെയ്തത് നമ്മൾ ഒരെണ്ണം ലാസ്റ്റ് ചെയ്തതാണ് 10 രൂപയാണ് ആ ഒരു ഐറ്റം നമ്മൾ ആ ഒരു ബില്ലിൽ നമുക്കുള്ള പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റും ആ ഡെയിലുള്ള പ്രോഫിറ്റും നമ്മളിവിടെ കാണിക്കും കറക്റ്റായിട്ട്. അതുകൂടാതെ തന്നെ നമുക്കിവിടെ അക്കൗണ്ട്സിനകത്ത് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് അതും കാണിക്കും. ഇത് ബിൽ വൈസിൻ്റെ ആ പ്രോഫിറ്റ് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ബാക്കി എക്സ്പെൻസ് എല്ലാം കുറച്ചിട്ടായിരിക്കും അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. അതെല്ലാം എഫക്റ്റഡ് ആയിട്ടായിരിക്കും അവിടെ വരിക. പിന്നെ ഇതിനകത്ത് ഇത് കൂടാതെ നമുക്ക് യൂസർ പെർമിഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. യൂസർ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ സെയിൽ പേഴ്സണിന് വേണ്ടിയിട്ടുള്ള യൂസർ ഗ്രൂപ്പുകൾ സെറ്റ് ചെയ്യാം. അതിനുശേഷം യൂസറിനെ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം യൂസറിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ യൂസർ ഗ്രൂപ്പുകൾ കണ്ടോ, ഇതിൻ്റെ അടിയിൽ യൂസർ ആക്ടിവിറ്റി മോണിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ഡേറ്റിൽ നമ്മൾ ഇന്നിപ്പോൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അറിയണമെങ്കിൽ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് ഷോ കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് ഈ കമ്പനിയിൽ കയറിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ലോഗിൻ ചെയ്ത ടൈം, അതിൻ്റെ അകത്ത് കണ്ട് ഇത് ഈ വൗച്ചേഴ്സ് ഞാൻ പ്രിൻറ്റ് ചെയ്തു, അപ്ഡേറ്റ് ചെയ്തു. ഇതിൻ്റെ ഒരു ചെറിയ ലോഗ് റിപ്പോർട്ടും കിട്ടും. ഇതിൻ്റെ ഹയർ വെർഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ലോഗിൻ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതുകൂടാതെ നമുക്ക് ഈ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് വേണ്ടുന്ന പെർമിഷൻസ് മാത്രം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഈ യൂസർ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുണ്ടോ, ഇതിൻ്റെ അകത്ത് യൂസർ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പം നമുക്ക് ഓരോ മെനൂസുമാണ് ഈ കാണിക്കുന്നത്. സെറ്റിങ്സിനകത്ത് ക്രിയേറ്റ് കമ്പനി, ഡിലീറ്റ് കമ്പനി, ഇത് എന്തൊക്കെ ചെയ്യണം, വ്യൂ മാത്രം ചെയ്താൽ മതിയെങ്കിൽ ഇത് ടിക്ക് ചെയ്ത് കൊടുക്കാം. അവർക്ക് ന്യൂ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഓരോന്നായിട്ട് വേണമെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ വേണമെങ്കിൽ മുകളിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ള് വരും. പിന്നെ നമുക്കിവിടെ പേര് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്തിട്ട് നമ്മളൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് ഗ്രൂപ്പിലാണ് ആ യൂസർ വേണ്ടത് എന്ന് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പാണുള്ളത്. ഇനി എത്ര ഗ്രൂപ്പ് വേണമെങ്കിലും അൺലിമിറ്റഡ് ഗ്രൂപ്പും അൺലിമിറ്റഡ് യൂസറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അവർക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചേഞ്ച് പാസ്വേഡ് നെക്സ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞ് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഇത് മാറും. എന്ന് വെച്ചാൽ അവരുടെ ഇത് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇത്രയുമാണ് സിമ്പിളായിട്ട് ഇതിനകത്തുള്ളത്. ഇത് കൂടാതെ ഒരുപാട് ഓപ്ഷൻ നമുക്ക് വെയിങ് മെഷീനുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. വെയിങ് മെഷീൻ ഇപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെയിങ് മെഷീനിൽ നിന്ന് പ്രിൻറ്റ് ചെയ്തിട്ട് ആ ബാർകോഡ് സ്കാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. അതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ബോർഡ് റേറ്റ് അപ്ഡേറ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചാൽ ഇപ്പോൾ ആപ്പിൾ അതുപോലത്തെ ഐറ്റംസിനൊക്കെ ഡെയിലി ഉള്ള വാല്യൂസ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബോർഡ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെന്ന്. ഈ ഓപ്ഷനാണ് ഇട്ട് ക്രിയേറ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം നമുക്ക് ഇതിൽ കിട്ടും, ഈ വിൻഡോയിൽ കിട്ടും.
ഈ വിൻഡോയിൽ ജസ്റ്റ് നമുക്ക് കറണ്ട് സെല്ലിംഗ് റേറ്റ് എത്ര ആണെന്നുള്ളത് മാത്രം ഇട്ട് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് ഓഫറുള്ള ഐറ്റംസ് ഒക്കെ ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വിൽക്കുമ്പോഴത്തേക്ക് ആ റേറ്റിലായിരിക്കും അത് വിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത് നമുക്ക് പല വെയിങ് മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഈ മിക്കവാറും എല്ലാ വെയിങ് മെഷീനായിട്ട് പ്രിൻറ്റ് ചെയ്യുന്ന സ്റ്റിക്കർ വരുന്ന വെയിങ് മെഷീനായിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വെയിങ് മെഷീനായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് സ്റ്റിക്കർ എടുക്കാൻ പറ്റും. ഇതിൻ്റെ റേറ്റുകൾ പോയി ആ വെയിങ് മെഷീനിൽ അപ്ഡേറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് ആ വെയിങ് മെഷീനിൽ നിന്ന് നമ്മൾ വെയിറ്റ് നോക്കിയിട്ട് സ്റ്റിക്കർ എടുത്തിട്ട് നമുക്കതെടുത്ത് ആ സ്റ്റിക്കർ അവിടുന്ന് ഒട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സെയിൽ കൗണ്ടറിൽ ജസ്റ്റ് നമുക്ക് സ്കാൻ ചെയ്ത് എടുക്കാനും ഈ സോഫ്റ്റ്വെയറിൽ ഓപ്ഷനുണ്ട്. ഇത് കൂടാതെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ അത്യാവശ്യം വേണ്ടുന്ന ഓപ്ഷൻസ് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽ ഡെമോയിൽ അത് പറയാം. പിന്നെ എന്താണ് ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു ഓപ്ഷൻ പ്രൈസ് ലിസ്റ്റുകളുണ്ട്. പ്രൈസ് ലിസ്റ്റ് കാർഡുള്ള കസ്റ്റമറാണ്. ഈ കാർഡെന്ന് പറഞ്ഞാൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് ആ കാർഡിൻ്റെ ഒരു സ്പെഷ്യൽ റേറ്റുകൾ ഇവിടെ വരാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് പ്രൈസ് ലിസ്റ്റ് അപ്ഡേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനുണ്ട്. ഇതിൽ നമുക്ക് കാറ്റഗറി വൈസ് ഒക്കെ ഐറ്റംസ് ലോഡ് ചെയ്തിട്ട് അതിൻ്റെ റേറ്റുകൾ ഇട്ട് കൊടുക്കാൻ പറ്റും. ആ സെറ്റ് ചെയ്തേക്കുന്ന റേറ്റ് ആയിരിക്കും ആ പ്രൈസ് ലിസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത കസ്റ്റമേഴ്സിന് ഇവിടെ വരുന്നത്. അത് കസ്റ്റമർ ബേസിൽ നമുക്ക് ആ പ്രൈസ് ലിസ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രൈസ് ലിസ്റ്റ് അവിടെ മാറുന്ന രീതിയിൽ നമുക്കവിടെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാർഡെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആ കസ്റ്റമർ മാസ്റ്ററാണിത്. അതിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ കസ്റ്റമറെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ആ റേറ്റുകൾ തന്നെ വന്നോളും. അതല്ല നമുക്കിപ്പോൾ കാർഡുള്ള കസ്റ്റമർ അല്ലാതെ മാനുവലായിട്ട് സെലക്ട് ചെയ്യുന്ന രീതിയിലും ചെയ്യാൻ പറ്റും. അതായത് ഹോൾസെയിൽ റീറ്റെയിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ മാറ്റി ഇടുമ്പോഴത്തെ ആ റേറ്റുകൾ മാറുന്ന ഓപ്ഷൻ അതുകൊണ്ട്. ഇത് കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വേണ്ട ഓപ്ഷൻസ് മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.